Hi my dear students, once again welcome back to Definite Integrals. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനകത്ത് ലിമിറ്റ് ഓഫ് എ സം എന്നുള്ള ഏരിയ ആയിരുന്നു. ഇനി നമ്മൾ ആ ലിമിറ്റ് ഓഫ് എ സമ്മിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് പ്രോബ്ലം കൂടെ ചെയ്യുകയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. മെത്തേഡ് എല്ലാം സെയിം ആണ്. ആ തരത്തിൽ തന്നെയാണ് നമ്മൾ ഇന്നും പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് തിരിച്ചു വരാം. ഇതാണ് നമ്മുടെ 177ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ കഴിഞ്ഞ ദിവസം 176 ക്വസ്റ്റ്യൻ എഴുതി നിർത്തിയിരുന്നത്. 77ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. Evaluate integral 0 to 2 e raised to x dx as the limit of a sum. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 0 to 2 e raised to x dx as the limit of a sum. മെത്തേഡ് എല്ലാം നമ്മുടെ സെയിം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നമുക്ക് എ എന്ന് പറഞ്ഞാൽ 0 ആണ്, ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എച്ച് എഴുതാം. എച്ച് ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ഡിവൈഡഡ് ബൈ എൻ ആണ്. That is 2 minus 0 by n, that's equal to 2 by n. That is h എന്ന് പറഞ്ഞാൽ 2 by n ആണ്. That implies nh is equal to 2. As usual we can call it as equation number 1. Okay. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് എല്ലാം നമ്മുടെ പഴയതുപോലെ തന്നെയാണ്. ഇ റേസ് ടു എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എ വേണം. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഓഫ് 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ആണെങ്കിൽ ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ വരും. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ്. ഓക്കെ. ഇനി നമുക്ക് എഫ് ഓഫ് എ പ്ലസ് എച്ച് ആണ് വേണ്ടത്. എ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 0 പ്ലസ് എച്ച് ആണ്. അത് ആക്ച്വലി എഫ് ഓഫ് എച്ച് ആണ്. എഫ് ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇ റേസ് ടു എച്ച് ആണ്. ഓക്കെ. ഇത് നമുക്ക് ഇത്തരത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാം. അടുത്തത് നമുക്ക് എഫ് ഓഫ് എ പ്ലസ് 2 എച്ച് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഓഫ് 0 പ്ലസ് 2 എച്ച് ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് 2 എച്ച് ആണ്. ദാറ്റ് ഈസ് ഇ റേസ് ടു 2 എച്ച് ആണ്. ഓക്കെ. അപ്പോൾ ഇത് ഇനി നമുക്ക് ആ മെത്തേഡ് കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ എഫ് ഓഫ് എ പ്ലസ് 3 എച്ച് നമുക്ക് നേരിട്ട് എഴുതാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് എ പ്ലസ് 2 എച്ച് ആയിരുന്നെങ്കിൽ ഇ റേസ് ടു 2 എച്ച് വന്നു. എ പ്ലസ് എച്ച് ആയിരുന്നെങ്കിൽ ഇ റേസ് ടു എച്ച് വന്നു. അപ്പോൾ എഫ് ഓഫ് എ പ്ലസ് 3 എച്ച് ആണെങ്കിൽ ഇ റേസ് ടു 3 എച്ച് എന്ന് എഴുതാം. ഓക്കെ. ഇങ്ങനെ പോന്നാൽ നമുക്ക് വേണ്ടത് അടുത്ത വേണ്ട എഫ് ഓഫ് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച് എന്നാണ്. ദാറ്റ് ഈസ് ഇ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എച്ച് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് ഫോർമുലയ്ക്കകത്ത് കൊടുക്കാം. നമ്മുടെ ഫോർമുല എന്താണ് മക്കളെ? ഓർക്കുന്നുണ്ടല്ലോ ഫോർമുല എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഈ നമ്മുടെ ഫോർമുലയ്ക്കകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എ ടെൻഡ്സ് ടു 0 h ഇൻറ്റു ഫോർമുല എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് plus f of a plus 2h plus etc plus f of a plus n minus 1 into h. ഇതാണ് നമ്മുടെ ഫോർമുല. So that's equal to limit a tends to 0 a times f of a ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. f of a എന്ന് പറഞ്ഞാൽ e raised to 0 that is 1 നമ്മൾ എഴുതിയിരുന്നു. എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എച്ച് ആണ്. എഫ് ഓഫ് എ പ്ലസ് 2 എച്ച് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു 2 എച്ച് ആണ്. ഇ റേസ് ടു 3 എച്ച് പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകുന്ന ഇ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എച്ച്. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ. ഇനി മക്കളെ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇച്ചിരി കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ലിമിറ്റ് എ ടെൻഡ്സ് ടു 0 എ ടൈംസ് 1 പ്ലസ് ഇതിനെ നമുക്ക് ഇ റേസ് ടു എച്ച് ഇതിനെ നമുക്ക് ഇ റേസ് ടു എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കാരണം എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ഈസ് എ റേസ് ടു എം ഇൻറ്റു എൻ എന്നാണല്ലോ. അപ്പം എച്ച് ഇൻറ്റു 2 എന്ന് വരും. 2h എന്ന് എഴുതാം നമുക്ക്. ഇത് വരുമ്പോൾ ഇ റേസ് ടു എച്ചിൻ്റെ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ഇൻഡെക്സിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ആണ് ഇ റേസ് ടു എച്ച് ഓൾ റേസ് ടു എൻ മൈനസ് 1 എന്ന് എഴുതാം.
that's equal to limit h tends to 0 h times 1 plus. ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മക്കളെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളിപ്പോൾ ഈ സപ്പോസ് നമ്മൾ e raised to h പകരം ഞാനൊരു u എന്ന് വല്ലതും കൊടുക്കുമെന്ന് വിചാരിക്കാം. ആണെങ്കിൽ എനിക്ക് എങ്ങനെ കിട്ടും? 1 പ്ലസ് u പ്ലസ് u സ്ക്വയർ പ്ലസ് u ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് u raised to n മൈനസ് 1 എന്ന് വരും അല്ലേ. ഞാൻ ഈ raised to h പകരം വേറൊരു സിമ്പിൾ കൊടുക്കും എന്ന് മാത്രം. ഇത് കണ്ടോ, ഇത് നമുക്ക് വളരെ പരിചിതമായ ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാവും. ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇതിനെല്ലാത്തിനെയും നമ്മൾ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവാം. ദാറ്റ് മീൻസ് കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ യു ആണ്. സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം യു ബൈ 1 ദാറ്റ് ഈസ് യു. തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം യു സ്ക്വയർ ബൈ യു എന്ന് പറയുമ്പോൾ വീണ്ടും യു വരും. അപ്പോൾ ഇത് T1 by T2 by T1 T2 by T1 is equal to u എന്ന് വരും. T3 by T2 എന്ന് പറഞ്ഞാൽ T3 എന്ന് പറഞ്ഞാൽ u സ്ക്വയർ ആണ്. u സ്ക്വയർ ബൈ u എന്ന് പറഞ്ഞാൽ വീണ്ടും u വരും. അങ്ങനെ എല്ലാ ടേമുകളും കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള റേഷ്യോ കോൺസ്റ്റന്റ് ആയിട്ട് വരും. അങ്ങനെ വരുന്ന പ്രോഗ്രഷന് നമ്മളൊരു പേര് പറയുന്നുണ്ട്, ഓർക്കുന്നോ എന്താണെന്ന്? that particular progression is known as GP അല്ലേ. അപ്പോൾ ഇതൊരു GPയുടെ സമ്മാണ്. ബട്ട് ഈ സം ടു എത്ര ടേം ഉണ്ട് ഇതിനകത്ത് നോക്കിക്കേ. യുവിൻ്റെ പവേഴ്സ് മാത്രം എണ്ണിയാൽ 1 2 3 n-1 ടേംസ് ഉണ്ട്. പിന്നെ ഒരു ടേമും കൂടെ ഉണ്ട് എന്ന് വെച്ചാൽ n-1 ടേംസ് പ്ലസ് 1 മീൻസ് n ടേംസ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സം ഓഫ് n ടേംസ് ഓഫ് എ GP ആണ്. ഓർക്കുന്നോ? സം ടു n ടേംസ് ഓഫ് എ GPയുടെ ഫോർമുല ഓർക്കുന്നുണ്ടോ? Sn is equal to a into ഇവിടെ r എന്ന് പറഞ്ഞാൽ e raised to h ആണ്. e എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം, 2.731 എന്ന് പോകുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിന്റെ raised to h എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നാച്ചുറലി ഓട്ടോമാറ്റിക്കലി ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഫോർമുല എന്ന് പറഞ്ഞാൽ a into r raised to n minus 1 by r minus 1 എന്നാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ നമുക്ക് ആ ഫോർമുല എവിടെ അപ്ലൈ ചെയ്യാം? ഇവിടെ എയുടെ സ്ഥാനത്ത് 1 ആണ്, ആറിൻ്റെ സ്ഥാനത്ത് e raised to h ആണ് അല്ലേ. അത്രയേ ഉള്ളൂ. എന്നിൻ്റെ സ്ഥാനത്ത് n തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫോർമുലയ്ക്ക് അത് കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 h ടൈംസ് 1 പ്ലസ് യുവിൻ്റെ സ്ഥാനത്ത് e raised to h ആണ്. നമ്മുടെ ഫോർമുല ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളത് അത് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. a ഇൻറ്റു എയുടെ സ്ഥാനത്ത് 1 ആണ്, സോ 1 ഇൻറ്റു r means e raised to h ആണ്. e raised to h all raised to n minus 1 by e raised to h minus 1. Okay മക്കളെ, okay, that is equal to limit h tends to 0. ഇതിനെ നമുക്ക് h into e raised to h into n is same as e raised to n h എന്ന് എഴുതാം, minus 1 by e raised to h minus 1. നമുക്കൊന്ന് റൈറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. നമ്മൾ ഓൾറെഡി ഇക്വേഷൻ നമ്പർ 1 പറഞ്ഞു വെച്ചിട്ടുണ്ട്. NH എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് അല്ലേ. 1 implies, ഇക്വേഷൻ നമ്പർ 1 implies NH is equal to 2 നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് NHന്റെ വാല്യൂ. അപ്പോൾ ആ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇറ്റ് ഈസ് h into e സ്ക്വയർ മൈനസ് 1 by e raised to h minus 1. Okay മക്കളെ, okay മക്കളെ, that's equal to ഇനി നമുക്ക് ഇതിനെ നോക്കാം. ഇറ്റ് ഈസ് e സ്ക്വയർ മൈനസ് 1 ഈസ് ഫ്രീ ഓഫ് വിത്ത് വേരിയബിൾ h ആണ്. ഇവിടുത്തെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ h ആണല്ലോ. അപ്പം അത് h ഇല്ലാത്തതിനാൽ നമുക്കത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് മാറ്റാം, നമ്മുടെ ലിമിറ്റിൻ്റെ പുറത്തേക്ക് മാറ്റാം. സോ e സ്ക്വയർ മൈനസ് 1 അത് ലിമിറ്റിൻ്റെ പുറത്തേക്ക് പോകും ഇൻറ്റു limit h tends to 0 h by e raised to h minus 1. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, e സ്ക്വയർ മൈനസ് 1 ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഇൻറ്റു ലിമിറ്റ് h tends to 0 1 by e raised to h minus 1 by h എന്ന് എഴുതാം. കാരണം ഈ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഈ h മുകളിൽ വരുമല്ലോ.
ഇനി ഇത് നമ്മൾ പണ്ട് കഴിഞ്ഞ വർഷം ലിമിറ്റിനകത്ത് പഠിച്ചിട്ടുള്ള ഫോർമുലയാണ്, ഓർക്കുന്നുണ്ടോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഈ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഫോർമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഈ റേസ് ടു എച്ച് മൈനസ് 1 ബൈ എച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം 1 ആയി മാറും. അപ്പോൾ എന്താവും? ഇ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 1 ബൈ 1 എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് 1 എന്നാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ലിമിറ്റ് ഓഫ് എ സം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 0 to 2 ആയിരുന്നല്ലോ. 0 to 2 ഇ റേസ് ടു എക്സ് ഡി എക്സ് ആയിരുന്നു. ഇത് നമ്മൾ ഡയറക്റ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. 0 to 2 അപ്ലൈ ചെയ്യുമ്പോൾ ഇ സ്ക്വയർ മൈനസ് ഇ റേസ് ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് ഇ സ്ക്വയർ മൈനസ് 1 എന്ന് വരും. ഇത് നമ്മൾ ഡയറക്റ്റ് ഫോർമുല. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യുകയും കൂടെ ആവാം ഇത് ചെയ്യുമ്പോൾ. ഓക്കെ മക്കളെ, അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് 2016 ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് മുമ്പും ഇത് വർഷം ചോദിച്ചിട്ടുണ്ട്, 2015 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ ഓൾസോ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ റേസ് ടു ഈ സം ഓഫ് ദി ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് ഇവിടെ ഈ റേസ് ടു എച്ച് പ്ലസ് ഇ റേസ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് അത് വന്നതിനകത്ത് ഈ സം ഓഫ് ദി ജി പി സം ഓഫ് എൻ ടൈംസ് ഓഫ് എ ജി പി ആ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്ത് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്താണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. evaluate integral -1 to +1 e raised to x dx as the limit of a sum. e raised to x dx as the limit of a sum. ഓക്കെ അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ ചെയ്യാം. ഏതാണ്ട് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ഒരു സിമിലർ കേസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞാൽ -1 ആണ്, ബി എന്ന് പറഞ്ഞാൽ 1 ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ ഡിവൈഡഡ് ബൈ എൻ ആണ്, ബി എന്ന് പറഞ്ഞാൽ 1 മൈനസ് -1 ഡിവൈഡഡ് ബൈ എൻ, ദറ്റ് ഈസ് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ 2 ബൈ എൻ എന്ന് വരും. ദറ്റ് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു 2 ബൈ എൻ. ദാറ്റ് ഇംപ്ലൈസ് എൻ എച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കും. ഇനി നമ്മൾ അടുത്ത് വരുന്ന എഫ് എക്സ് ആണ്. എഫ് എക്സ് ഈസ് ഈക്വൽ ടു നേരത്തെ പോലെ തന്നെയാണ് ഇ റേസ് ടു എക്സ് എന്ന് വരും. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എഫ് ഓഫ് എ എന്നുള്ളത് നമുക്ക് എഫ് ഓഫ് -1 എന്ന് എഴുതാം. എഫ് ഓഫ് -1 ദറ്റ് ഈസ് ഇ റേസ് ടു -1 അങ്ങനെ തന്നെ കിടന്നോട്ടെ. അത് അല്ലെങ്കിൽ നമുക്ക് 1/e എന്ന് എഴുതാം. ഓക്കെ, അടുത്ത് നമ്മൾ വരുമ്പോൾ എഫ് ഓഫ് എ പ്ലസ് എച്ച് വരും എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് -1 പ്ലസ് എച്ച് വരും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു ഇ റേസ് ടു -1 പ്ലസ് എച്ച് എന്ന് വരും. ഇ റേസ് ടു -1 പ്ലസ് എച്ച് ഒരുമിച്ചാണ് വരിക. അതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം, ഇ റേസ് ടു -1 ഇൻറ്റു ഇ റേസ് ടു എച്ച് അങ്ങനെ എഴുതാം. അപ്പോൾ വേണമെങ്കിൽ 1/e ഇൻറ്റു ഇ റേസ് ടു എച്ച് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഴുതാം, അങ്ങനെ എഴുതി വയ്ക്കാം, കാരണം നമുക്ക് ഇനി ആവശ്യം വരും അത്. അതുകൊണ്ട് അടുത്തത് എഫ് ഓഫ് എ പ്ലസ് 2h വരും. 2h പിന്നെ എഫ് ഓഫ് -1 പ്ലസ് 2h എന്ന് വരും. ദറ്റ് ഈസ് ഇ റേസ് ടു -1 പ്ലസ് 2h എന്ന്, ദറ്റ് ഈസ് ഇ റേസ് ടു -1 ഇൻറ്റു ഇ റേസ് ടു 2h എന്ന് എഴുതാം. കാരണം നമുക്കറിയാമല്ലോ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസ് എ റേസ് ടു എം പ്ലസ് എൻ എന്നുള്ള ഫോർമുലയാണ്. അത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വരിക. സോ ഇറ്റ് ഈസ് ഇ റേസ് ടു -1 1/e എന്ന് എഴുതാം, ഇ റേസ് ടു 2h. ഓക്കെ, ഇത് വരും, ഇത് ഓക്കെ. ദെൻ ഇങ്ങനെ ഇനി നമുക്ക് എഫ് ഓഫ് എ പ്ലസ് 3h വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം. എഫ് ഓഫ് എ പ്ലസ് 3h ഈസ് ഈക്വൽ ടു ഇത് നേരിട്ട് നമുക്ക് എഴുതാം 1/e ഇൻറ്റു. അപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും എ പ്ലസ് എച്ച് ആയപ്പോൾ ഇ റേസ് ടു എച്ച് എന്ന് വന്നു, എ പ്ലസ് 2h ആയപ്പോൾ ഇ റേസ് ടു 2h എന്ന് വന്നു. 1/e ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. എഫ് ഓഫ് എ പ്ലസ് 3h എന്ന് പറയുമ്പോൾ 1/e ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ ഇ റേസ് ടു 3h ഉണ്ടാവും, 3h. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് ലാസ്റ്റ് എഫ് ഓഫ് എ പ്ലസ് n -1 ഇൻറ്റു എച്ച്
നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാം 1/e ഇൻറ്റു ഇ റേസ് ടു n മൈനസ് 1 ഇൻറ്റു h എന്ന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്താൽ മതിയാവും. ഫോർമുല എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ a to b f of x dx is equal to limit a tends to 0 h into f of a plus h plus f of a plus 2h plus etc plus f of a plus n minus 1 into h. Okay മക്കളെ, so that's equal to formula apply ചെയ്യാം. limit h tends to 0 h into f of a എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം, നമ്മൾ എഴുതിയേക്കുന്നത് നോക്കിയേക്കാം. f of a എന്ന് പറഞ്ഞാൽ ഇവിടെയുണ്ട് 1/e ആണ്. ഓക്കെ, സോ നമുക്കത് തിരിച്ചു കൊടുക്കാം. സോ ഇറ്റ് ഈസ് 1/e പ്ലസ് 1/e ഇൻറ്റു ഇ റേസ് ടു h plus 1/e into e raised to 2h plus etc plus last 1/e into e raised to n minus 1 into h എന്ന് വരും. Okay, so that's equal to limit h tends to 0 h into ഇതെല്ലാം ഒരു 1/e നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. എന്നാണ് നോക്കിയേ, 1 പ്ലസ് 1/e പോകുന്ന ഇവിടെ 1 ഉണ്ട്, ഇവിടുന്ന് 1/e പോന്നാൽ പിന്നെ ഇ റേസ് ടു h ഉണ്ട്, ഇവിടുന്ന് 1/e പോന്നാൽ പിന്നെ ഇ റേസ് ടു 2h ഉണ്ട് എക്സെട്ര പ്ലസ് ഇ റേസ് ടു n മൈനസ് 1 ഇൻറ്റു h എന്ന് വരും. ഓക്കെ മക്കളെ, യെസ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിതിനെ ചെയ്യാം. ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു 1/e ഇൻറ്റു ഇത് നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. സം ഓഫ് ദി n ടേംസ് ഓഫ് എ ജി പി ആണ്. സോ എസ് എൻ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1 ബൈ ആർ മൈനസ് 1 എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാം. സോ ഇറ്റ് ഈസ് എയുടെ സ്ഥാനത്ത് ഇവിടെ 1 ആണ് നമുക്കറിയാം. സോ 1 ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്ത് ഇ റേസ് ടു h ആണ്. ഓൾ റേസ് ടു n മൈനസ് 1 ബൈ ഇ റേസ് ടു h മൈനസ് 1. ഓക്കെ, നേരത്തെ പോലെ തന്നെയാണ് വരുന്നത്. ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻസ് ടു 0 1/e അത് കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു h ഇൻറ്റു ഇത് നമുക്ക് ഇ റേസ് ടു എ റേസ് ടു എം ഓൾ റേസ് ടു n ഈസ് എ റേസ് ടു mn. സോ nh മൈനസ് 1 ബൈ ഇ റേസ് ടു h മൈനസ് 1. ആ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇനി നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 പറയുന്നതനുസരിച്ച് ഇക്വേഷൻ നമ്പർ 1 സൈസ് nh is equal to 2 എന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം. സോ ലിമിറ്റ് h ടെൻസ് ടു 0 1/e ഇൻറ്റു h ഇൻറ്റു ഇത് ഇ സ്ക്വയർ മൈനസ് 1 എന്നാണ്. അപ്പോൾ ന്റെ വാല്യൂ നമ്മൾ 2 എന്ന് കൊടുക്കുമ്പോൾ ബൈ ഇ റേസ് ടു h മൈനസ് 1. ഓക്കെ മക്കളെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഈ 1/e കോൺസ്റ്റന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ഓഫ് h ആണ്. അപ്പോൾ ലിമിറ്റിനകത്ത് അതിൻ്റെ ആവശ്യമില്ല. ഈ സ്ക്വയർ മൈനസ് 1 അത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബാക്കിയുള്ളതിനകത്ത് h വരുന്നതാണ്. സോ ലിമിറ്റ് h ടെൻസ് ടു 0 h ബൈ ഇ റേസ് ടു h മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ മക്കളെ, സോ ഇറ്റ് ഈസ് ഈ സ്ക്വയർ മൈനസ് 1/e എന്ന് എഴുതാം. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലിമിറ്റ് h ടെൻസ് ടു 0 1 ബൈ ഇ റേസ് ടു h മൈനസ് 1 ബൈ h എന്ന് എഴുതാം. കാരണം നമുക്കറിയാമല്ലോ ഇത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഈ h മേളിൽ വരും. അപ്പോൾ പഴയതുപോലെ തന്നെ ആവും. ഇനി നമ്മളിത് നേരത്തെ ചെയ്ത അപ്ലൈ ചെയ്ത പ്രോബ്ലത്തിൽ ഫോർമുല അപ്ലൈ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ലിമിറ്റ് x ടെൻസ് ടു 0 ഇ റേസ് ടു x മൈനസ് 1 ബൈ x ഈസ് ഈക്വൽ ടു 1 എന്ന ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇ റേസ് ടു h ആണെന്നേ ഉള്ളൂ, എക്സിൻ്റെ സ്ഥാനത്ത് h ആയില്ലായിരുന്നു. പക്ഷെ ലിമിറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇ സ്ക്വയർ മൈനസ് 1/e ഈസ് എ കോൺസ്റ്റന്റ്. ഇ സ്ക്വയർ മൈനസ് 1/e ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/1 എന്ന് വരും. ദാറ്റ് ഈസ് 1 എന്ന് വരും. അപ്പോൾ ഇ സ്ക്വയർ മൈനസ് 1/e എന്ന് വരും. ഇതാണ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ
ഇ സ്ക്വയർ ബൈ ഇ മൈനസ് 1 ബൈ ഇ എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈ പറഞ്ഞ വെട്ടിപ്പോവും. ഇ മൈനസ് 1 ബൈ ഇ എന്ന് വരും. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. നമുക്കതിനെ ഡയറക്റ്റ് വേണമെങ്കിൽ ഒന്ന് ചെയ്തതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. ഇൻ്റഗ്രൽ -1 to +1 ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്നായിരുന്നല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് എന്ന് വരും. ലിമിറ്റ് -1 to +1 +1. So it is upper limit e raised to 1 minus e raised to -1. That is e minus 1 by e. No, same answer തന്നെ കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചെക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ മക്കളെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് രണ്ട് പ്രോബ്ലം ചെയ്തപ്പോൾ രണ്ടും നിങ്ങൾക്ക് അതിൻ്റെ മെത്തേഡ് മനസ്സിലായി കാണുമായിരിക്കും. ഓക്കെ, അപ്പോൾ മക്കളെ ഇന്ന് നമ്മൾ പഠിച്ചതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള പ്രോബ്ലം ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ആ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഈസി ആണല്ലോ. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ ലിമിറ്റ് ഓഫ് എ സം എന്നുള്ള പ്രോബ്ലം ചെയ്യുന്നത്. പല വർഷങ്ങളിലും ആ ലിമിറ്റ് ഓഫ് എ സം എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് പഠിച്ചാൽ നമുക്ക് അറിയാം. ആകെ ഒരു ഫോർമുലയേ ഉള്ളൂ. ലിമിറ്റ് ഇന്റഗ്രൽ 0 a to b fx dx is equal to ലിമിറ്റ് h tends to 0 h into f of a plus h plus etc plus f of a plus n minus 1 into h. ആ ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഫോർമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ ഈ ഏരിയ വളരെ സിമ്പിളായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇതോടുകൂടി നമ്മളുടെ ഈ ഇൻ്റഗ്രൽസ് എന്നുള്ള ഈ വലിയ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് രണ്ട് ഏരിയാസ് ആണ് നമ്മൾ കവർ ചെയ്തിരുന്നത്. ഒന്ന് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ ഒരു ഏരിയയും മറ്റൊന്ന് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ ഏരിയയും. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആൻഡ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. അപ്പോൾ അതിനകത്ത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ആണ്. അത് അപ്ലൈ ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് അത് കൂടുതലായിട്ട് നമുക്ക് ചെയ്യേണ്ടിയിരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും ഒക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. അത് നിങ്ങൾ ഒന്ന് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോപ്പർട്ടീസ് നന്നായിട്ട് പഠിക്കണം. അതുപോലെ ലിമിറ്റ് ഓഫ് എ സം അത് അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. അപ്പം അത് ആ ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ. അത് പഠിച്ചാൽ അതും എളുപ്പമാകും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ചാപ്റ്ററിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹയർ സ്റ്റഡീസിന് നിങ്ങൾ പോകുമ്പോഴൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ യു ഹാവ് ടു സ്റ്റഡി വെൽ ദാറ്റ് ഏരിയ. ദെൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൻ്റെ ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. So till then, stay safe and have a nice day.